ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തി ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു ചോറുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ കറിയൊന്നും വേണ്ട, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ഒരു 1/2 കപ്പോളം ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം തന്നെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് 4 ചെറിയ ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഇഞ്ചിയാണ്. ഒരു ചെറിയ പീസ് ഇതേപോലത്തെ ഒരു ഇഞ്ചിയുടെ കഷ്ണം നമ്മളിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ എരിവ് അനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് സാമ്പാറിലൊക്കെ ഇടുന്ന വാളംപുളി ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യമുണ്ട്. അതൊരു ചെറിയ പീസ് എടുക്കുക, അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു ഇത്തിരി വെള്ളം ചേർത്തിട്ട് നല്ല പോലെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അമ്മിയിലൊക്കെ അരച്ചെടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ആയാലും ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മളിവിടെ മിക്സിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നല്ല പോലെ ഇവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഒരു പാൻ വെച്ച് അതിലോട്ട് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. എണ്ണ നല്ല പോലെ ചൂടാകുമ്പോഴത്തേക്കും ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പക്ഷെ നമ്മളിവിടെ കടുക് ഇടണില്ല കേട്ടോ. പകരം നമ്മളിവിടെ വറ്റൽമുളക് ഒന്ന് കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുക് ചേർക്കേണ്ടവർക്ക് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ല പോലെ എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും എരിവില്ലാത്ത മുളക് പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അത് റോസ്റ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒരു പച്ചമണം മാറുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ ഇതിലോട്ട് ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കൂടുതൽ ടൈം നമ്മളിങ്ങനെ ഇളക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഈ തേങ്ങയൊക്കെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ആ ഒരു പരിവാകുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചോറ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ചോറ് വേണമെങ്കിലും ഇതിൽ ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ സാധാരണ വീട്ടിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഏത് ചോറ് വേണമെങ്കിലും ഈ റെസിപ്പി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ചേർക്കാൻ മറന്നുപോയത്, ഉപ്പ് ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഉപ്പ് എല്ലാ ഭാഗത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ വേണം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചമ്മന്തി ചോറ് ഇവിടെ റെഡിയായി. ഇതിൻ്റെ കൂടെ നമ്മൾ ഇവിടെ ഒരു ഓംലെറ്റും അതേപോലെ തന്നെ നമ്മളൊരു പപ്പടം വെച്ചിട്ടാണ് നമ്മളിത് കഴിക്കാൻ പോണത് കേട്ടോ. സൂപ്പർ കോംബോ ആണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വേറെ കറിയൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് മടിയുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ വേറെ കറികളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൽ നിന്ന് കുറച്ച് മുട്ടയുടെ ഒരു പീസ് എടുത്ത് അതേപോലെ തന്നെ ഒരു കുഞ്ഞു പീസ് പപ്പടം എടുത്ത് ഈ ചമ്മന്തി ചോറിൻ്റെ കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ നല്ല സിമ്പിൾ റെസിപ്പീസ് കാണുകയെ ഡാസ്ലിംഗ് വേൾഡ് ഓഫ് റെസിപ്പീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. താങ്ക് യു.